വലിയവനായ ദൈവത്തിന്റെ പൊന്നു തിരുനാമം ഇനി പകൽക്കാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളോടുകൂടെ ആയിരിക്കാൻ വലിയവനായ കർത്താവ് ഒരുക്കുന്ന വഴികൾക്കും വാതിലുകൾക്കുമായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് വേഗത്തിൽ നമ്മുടെ ചിന്താ ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ചിന്തിക്കുവാനുള്ള ഭാഗം എടുത്തിരിക്കുന്നത് ഹല്ലേലൂയ ലൂക്കോസ് സുവിശേഷം അതിന്റെ 18-ാം അധ്യായത്തിൽ നിന്നാണ്. അത് 18-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം മുതൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ഒരു പ്രമാണി അവനോട്, നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. ഇവിടെ ഒരു പ്രമാണിയെ വരച്ചു കാണിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ യേശുക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, ഞാൻ നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? ഹല്ലേലൂയ. താഴോട്ട് വായിക്കുമ്പോൾ ഇപ്രകാരം അവിടെ പറഞ്ഞിരിക്കുന്നു: അതിന് യേശു, എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നല്ലോ എന്ന് പറഞ്ഞു. അവയ്ക്കെയും ഞാൻ ചെറുപ്പം മുതൽ കാത്തുകൊണ്ടിരിക്കുന്നു എന്നു അവൻ പറഞ്ഞത് കേട്ടിട്ട് യേശു, ഇനി നിനക്ക് ഒരു കുറവുണ്ട്. നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്കാം, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്നു എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ എത്രയും ധനവാനായതുകൊണ്ട് ഇത് കേട്ടിട്ട് അതിദുഃഖിതനായി തീർന്നു. യേശു അവനെ കണ്ടിട്ട്, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം! ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഈ വാക്യഭാഗത്ത് ഹല്ലേലൂയ ഒരു പ്രമാണിയെ വരച്ചു കാണിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ പ്രമാണി ഹല്ലേലൂയ തന്റെ ജീവിതകാലത്തിൽ വളരെ ശക്തനായി നിന്ന് ഹല്ലേലൂയ കർത്താവിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്കിവിടെ കാണാനായി സാധിക്കും. നമുക്കറിയാം ഹല്ലേലൂയ ദൈവം ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ചു. ഹല്ലേലൂയ ആ സമയം മുതൽ ഹല്ലേലൂയ അവർ പരിപൂർണരായിരുന്നു. ദൈവം സൃഷ്ടിച്ച ഒരു സൃഷ്ടി പോലും പരിപൂർണതയില്ലാത്ത സൃഷ്ടികളില്ല. ഹല്ലേലൂയ അവർ പരിപൂർണരായിരുന്നു. ആ പരിപൂർണരായിരുന്ന ആദാമിന്റെയും ഹവ്വയുടെയും ജീവിതത്തിലേക്ക് സാത്താൻ മുഖാന്തരമായി പാപം കടന്നുവന്ന് സ്വർഗീയ പറുദീസയിൽ നിന്ന് തള്ളപ്പെട്ടപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു കുറവ് കടന്നു വരികയാണ്, ഒരു പാപം കടന്നു വരികയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. പാപത്തിന്റെ കൂടെ എപ്പോഴും കുറവ് കടന്നു വന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഈ കുറവ് നികത്താനായി വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ ഉള്ള ഹല്ലേലൂയ വ്യത്യാസ ഭേദമന്യേ വ്യക്തികൾ ഓരോന്നും ആ കുറവിനെ നികത്തുവാനുമായി ഹല്ലേലൂയ ഓടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് കായേലിന്റെ ഹാബേലിന്റെ കാലഘട്ടത്തിലേക്ക് നോക്കിയാൽ ആ സമയം മുതൽ യഹോവയെ പ്രസാദിപ്പിക്കുവാൻ യാഗങ്ങൾ, ഹല്ലേലൂയ, ഹോമങ്ങൾ, ഹല്ലേലൂയ, നേർച്ചകൾ, കാഴ്ചകൾ ഒക്കെയും നടത്തി ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള വഴികൾ തേടുന്ന മനുഷ്യ കുലത്തെ നമുക്ക് കാണാനായി സാധിക്കും. എന്നാൽ യേശുവിന്റെ കാലഘട്ടത്തിൽ ശരിയായി പറഞ്ഞാൽ കൽപ്പനകൾ അനുസരിച്ചു ദൈവത്തെ പിൻപറ്റുന്ന ഒരു കൂട്ടം ജനം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വചനത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഹല്ലേലൂയ. കർത്താവ് കൊടുത്ത കൽപ്പനകൾ ഓരോന്നും വളരെ ഭംഗിയായി അനുസരിക്കുകയും വളരെ ഭംഗിയായി അതിനുവേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ജനം. അതിലൊരുവനോട് യേശുക്രിസ്തു ഹല്ലേലൂയ വായ്മൊഴിയായി പറയുന്ന ഒരു ഹല്ലേലൂയ ഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചത്. ഒരു വിശ്വാസിക്ക് ഹല്ലേലൂയ വളരെ അത്യാവശ്യമായ ഒരു സ്വഭാവ ഗുണം ആണ് ഇവിടെ യേശുക്രിസ്തു തന്റെ വായ്മൊഴിയായി പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ഭാഗത്ത് ഹല്ലേലൂയ പറഞ്ഞിരിക്കുന്ന പ്രമാണിക്ക് യേശുവിൽ വിശ്വാസമുള്ള വ്യക്തിയാണ്. ഹല്ലേലൂയ. യേശുവിനെ ഇഷ്ടമുള്ള വ്യക്തിയാണ്. ഹല്ലേലൂയ. അവൻ യോഗ്യനായ ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ടെന്നാൽ അവൻ ചെറുപ്പകാലം മുതൽ ഹല്ലേലൂയ കൽപ്പനകളെ ഹല്ലേലൂയ മോശയ്ക്ക് ദൈവം കൊടുത്ത കൽപ്പനകളെ പ്രമാണിച്ചു വരുന്ന ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ കുറവ് ഉണ്ട് എന്ന് അവന്റെ ഉള്ളിൽ തന്നെ ഫീൽ ചെയ്യുന്നതിനാൽ യേശുക്രിസ്തു ഹല്ലേലൂയ തീർച്ചയായും ദൈവത്തിന്റെ ഹല്ലേലൂയ വചനം ജഡമായി ഭൂമിയിലേക്ക് വന്ന് ഹല്ലേലൂയ നിൽക്കുന്ന വ്യക്തിയാണെന്ന് വ്യക്തമായി അറിയാം. എങ്കിലും ഹല്ലേലൂയ അവന്റെ ജീവിതത്തിൽ പെട്ടെന്ന് ഹല്ലേലൂയ അവൻ എടുക്കുന്ന ഒരു തീരുമാനം ഇവിടെ നമുക്ക് വളരെ പ്രസക്തമാണ്. ഹല്ലേലൂയ.
അവൻ യേശുക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, നന്മ ചെയ്യാനായി ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? അവൻ അറിയാം താൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇനി എന്തോ ഒരു കുറവ് അവന്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് അവന് വ്യക്തമായി അറിയാം. അത് മുഖാന്തരമായി അവൻ യേശുക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, നന്മ ചെയ്യാനായി കർത്താവേ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? യേശുക്രിസ്തുവിന്റെ മറുപടി അവിടെ വളരെ ശ്രദ്ധേയമാണ്. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ യേശുക്രിസ്തു പറയുന്നത് ഹല്ലേലൂയ സൽഗുണ പൂർണ്ണനാകുന്ന ആകണ്ട ഒരു ഇക്വേഷനാണ് ഇവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാം. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ ഹല്ലേലൂയ 19:21 19-ാം അധ്യായത്തിൽ ഈ സിമിലർ ആയിട്ടുള്ള ഇൻസിഡന്റിനെ കാണിച്ചിരിക്കുന്നു. അവിടെ ഹല്ലേലൂയ കർത്താവ് പറയുന്ന ഒരു വേർഡാണ്, നീ സൽഗുണ പൂർണ്ണനാകുവാൻ ഇനി നിനക്ക് ഒരു കുറവ് ഉണ്ട്. ഹല്ലേലൂയ. നിനക്ക് ഗുണത്തിൽ പൂർണ്ണനാകണമെങ്കിൽ നിനക്ക് ഇവിടെ ഒരു കുറവ് ഉണ്ട്. ഹല്ലേലൂയ. ഇവിടെ നിത്യജീവനെ പറ്റിയാണ് ഹല്ലേലൂയ ഹല്ലേലൂയ ഈ വ്യക്തി ചോദിക്കുന്നത്. എന്നാൽ കർത്താവ് സൽഗുണ പൂർണ്ണതയെ പറ്റിയാണ് ഹല്ലേലൂയ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഇനി നിനക്കൊരു കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു. യേശു അവനോട്, സൽഗുണ പൂർണ്ണൻ ആകുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നീ നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്ക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ നിത്യജീവനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, കർത്താവിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. എന്നാൽ സൽഗുണ പൂർണ്ണനാകാനുള്ള ഒരു മറുപടിയാണ് ഇവിടെ കർത്താവ് ഹല്ലേലൂയ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ നിത്യജീവനും സൽഗുണ പൂർണ്ണതയും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ഹല്ലേലൂയ. നിനക്ക് നിത്യജീവൻ വേണോ? നീ സൽഗുണ പൂർണ്ണനായിരിക്കണം. ഹല്ലേലൂയ. നിനക്ക് ഗുണങ്ങളിൽ ഒരു പൂർണ്ണത ഇല്ല എന്നുണ്ടെങ്കിൽ നിത്യജീവനിലേക്ക് കടക്കാനുള്ള ടിക്കറ്റ് നിനക്ക് കിട്ടുകയില്ല. ഹല്ലേലൂയ. ചില ക്വാളിറ്റീസ് ഉണ്ടെങ്കിലേ എല്ലാ വ്യക്തികളെ മാത്രമേ ഹല്ലേലൂയ നിത്യജീവനിലേക്ക് കർത്താവ് കടത്തി വിടുകയുള്ളൂ. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം എന്താണ്? കൽപ്പനകൾ പ്രമാണിക്കുക, കൽപ്പനകളെ ഹല്ലേലൂയ പാലിക്കാം. ഹല്ലേലൂയ. അതിനോടൊക്കെയും ചേർന്ന് ദരിദ്രന്മാർക്ക് നിനക്കുള്ളതൊക്കെയും കൊടുക്കാം. ഹല്ലേലൂയ. ഇന്നത്തെ വിശ്വാസിയോട് അല്ലെ ഇന്നത്തെ ഒരു വ്യക്തിയോട് നമ്മൾ ഇതൊന്ന് സംസാരിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ നിനക്കുള്ളതൊക്കെയും നീ ഹല്ലേലൂയ ദരിദ്രന്മാർക്ക് കൊടുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഇത് എപ്രകാരം അതിനെ ഏറ്റെടുക്കും? ഹല്ലേലൂയ. ഹല്ലേലൂയ. ശിഷ്യന്മാരെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. ഹല്ലേലൂയ. അന്ത്രയോസ്, പത്രോസ് ഹല്ലേലൂയ ആ കാലഘട്ടത്തിലെ വളരെ റിച്ച് ആയിട്ടുള്ള വ്യക്തികളായിരുന്നു. ഹല്ലേലൂയ. അവർക്ക് വള്ളവും വലയും ഒക്കെ സ്വന്തമായുള്ള വ്യക്തികളായിരുന്നു. ഹല്ലേലൂയ. ചിലര് പറയുന്നു ഹല്ലേലൂയ വചനത്തിന്റെ പഠിതാക്കള് ഹല്ലേലൂയ അല്ലെ ഹല്ലേലൂയ പണ്ഡിതന്മാര് പറയുന്നു ഹല്ലേലൂയ വള്ളം അന്നാട്ടിലെ ഏറ്റവും നല്ല വള്ളം ആയിരുന്നു ഹല്ലേലൂയ അന്ത്രയോസും പത്രോസ് സഹോദരന്മാർക്ക് ഉണ്ടായിരുന്നത്. അവർക്ക് സ്വന്തമായി വലയുണ്ടായിരുന്നു എന്ന് വചനത്തിൽ കാണിക്കുന്നു. എന്തെന്നാൽ ഹല്ലേലൂയ അവർ വല വിട്ട് യേശുവിനെ അനുഗമിച്ചു എന്ന് ഹല്ലേലൂയ ഒട്ടുമിക്ക എല്ലാ സുവിശേഷങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ ഇവര് വളരെ പണക്കാരായിരുന്ന വ്യക്തികള് ഇവർ അതിനെല്ലാം ഉപേക്ഷിച്ചിട്ട് കർത്താവിന്റെ കൂടെ പോരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. അവര് ഹല്ലേലൂയ കർത്താവിന് കൂടെ പോകുന്നതിന് മുമ്പേ ഇത് മുഴുവൻ ഉപേക്ഷിച്ചു. ഹല്ലേലൂയ. ഇന്നത്തെ ഒരു വിശ്വാസി ഹല്ലേലൂയ ഇത് പ്രകാരം സ്വീകരിക്കും. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ വായിക്കാൻ സാധിച്ച ഒരു ആർട്ടിക്കിൾ എന്നെ വളരെയധികം ശ്രദ്ധിച്ചു. ഹല്ലേലൂയ. ചിലപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുള്ള വ്യക്തി ആയിരിക്കാം. ഹല്ലേലൂയ. പലർക്കും ഇവരെ അറിയാവുന്ന വ്യക്തിയായിരിക്കാം. ഹല്ലേലൂയ. ഓസ്ട്രേലിയക്കാരനായ ഈ നാട്ടുകാരനായ കാൾ റബേഡർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഹല്ലേലൂയ താൻ ഒരു വലിയ കോടീശ്വരനായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. തനിക്ക് ചെറുപ്പകാലം മുതൽ ഹല്ലേലൂയ വളരെ ദരിദ്രമായ ഒരു പശ്ചാത്തലത്തിലാണ് ജനിച്ചത് എങ്കിലും ഹല്ലേലൂയ താൻ ഹല്ലേലൂയ ജീവിതകാലത്ത് ഹല്ലേലൂയ ഓരോ സമയങ്ങളിലും ബിസിനസ് ചെയ്ത് ഹല്ലേലൂയ തന്റെ അമ്മച്ചിയുടെ കൂടെ അല്ലെ തന്റെ മദറിന്റെ കൂടെ ആയിരുന്ന സമയത്ത് ഹല്ലേലൂയ പച്ചക്കറികളൊക്കെ വിറ്റ് ബിസിനസ് എന്താണെന്ന് പഠിച്ച് ഹല്ലേലൂയ അത് മുഖാന്തരമായി ഈ ഹല്ലേലൂയ ഫർണിച്ചേഴ്സ് ഒക്കെ സെല്ല് ചെയ്യുന്ന
ആയിരുന്ന ഹല്ലേലൂയ ഒരു വ്യക്തിയായി ഹല്ലേലൂയ ആയിരുന്ന വ്യക്തി പിൻകാലത്ത് വലിയൊരു കോടീശ്വരനായി തീരുവാനിടയായി. ഹല്ലേലൂയ. അദ്ദേഹത്തിന് ഹല്ലേലൂയ വളരെയധികം കൃഷിയിടങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. കാറുകള്, ഹല്ലേലൂയ, ഗ്ലൈഡർ വിമാനം ഒക്കെ ഉണ്ടായിരുന്ന ഈ വ്യക്തി ഹല്ലേലൂയ തന്റെ ജീവിതത്തില് പെട്ടെന്നൊരു ശൂന്യത ഉള്ളത് അനുഭവിക്കുവാൻ ഇടയായി. ഹല്ലേലൂയ. ഈ ശൂന്യത തന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ എപ്പോഴും മതിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വളരെ സന്തോഷവാനാണ്. ഹല്ലേലൂയ. അത് എങ്ങനെ എന്ന് പറയുവാനാണ് ഞാൻ വരുന്നത്. ഹല്ലേലൂയ. താൻ തനിക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുവാൻ ഇടയായി. ഹല്ലേലൂയ. തനിക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാനിടയായി. ഹല്ലേലൂയ. കേൾക്കുമ്പോ എന്തൊരു സിമ്പിള്, പക്ഷെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായ ശതകോടീശ്വരനായ ഈ വ്യക്തി ഹല്ലേലൂയ ഹല്ലേലൂയ തന്റെ കോടിക്കണക്കിന് ഹല്ലേലൂയ മൂല്യമുള്ള വസ്തുക്കളും വീടുകളും ഹല്ലേലൂയ ബിസിനസ് സാമ്രാജ്യവും ഹല്ലേലൂയ ഒക്കെ വിറ്റ് ഒഴിവാക്കി അത് മുഴുവൻ പാവങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്യാനിടയായി. ഹല്ലേലൂയ. ഇദ്ദേഹം ഒരിക്കല് ഹല്ലേലൂയ ഹവായ് ദ്വീപിൽ കടന്നുപോയപ്പോൾ ഹല്ലേലൂയ പാവങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ തന്റെ ജീവിതത്തിലെ ഒരു പൊള്ളുന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി. ഹല്ലേലൂയ. ഇദ്ദേഹം 25 വർഷത്തിലധികമായി ഹല്ലേലൂയ ബിസിനസിന് വേണ്ടി ഓടിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. നാളെ ബിസിനസ് ബൂം ഉണ്ടാകാൻ വേണ്ടി അദ്ദേഹം പദ്ധതികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. മാത്രമല്ല ഹല്ലേലൂയ താൻ വളരെയധികം ഭാവിയെ പറ്റി ഉത്കണ്ഠാകുലനായിരുന്നു. താൻ ഭാവിയിൽ ഹല്ലേലൂയ ഈ സമ്പത്ത് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം എന്നതിനെ പറ്റി റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. എപ്പോഴും അതിനെപ്പറ്റി ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം ചിന്തിച്ച് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഹല്ലേലൂയ വളരെയധികം ടെൻഷൻസ് ഉണ്ടാകാനിടയായി. ആ സമാധാനം, ഉറക്കം എന്നത് ഇദ്ദേഹത്തിന് നഷ്ടപ്പെടും. ഹല്ലേലൂയ. ഇന്നത്തെ ഈ സമയത്ത് ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ മലയാളികളാണെങ്കിലും ഹല്ലേലൂയ അല്ല ചുറ്റുപാടുള്ള ഇംഗ്ലീഷുകാരാണെങ്കിലും ഹല്ലേലൂയ ആരെ നോക്കിയാലും ഹല്ലേലൂയ അവരുടെ ജീവിതത്തിലെ കുറവ് മുഖാന്തരമായി അവർക്ക് ഉറക്കം നഷ്ടപ്പെടുന്നത് കാണാനിടയാകുന്നുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ ഇപ്പോൾ അദ്ദേഹം വളരെ സന്തോഷവാനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. തനിക്കുള്ളതൊക്കെയും വിറ്റ് താന് പാവങ്ങൾക്ക് ദാനമായി കൊടുത്തിട്ട് ആൽപ്സ് പർവ്വത നിരകളിൽ ഹല്ലേലൂയ അവിടെ ഒരു ചെറിയ വീട്ടില് $1000 മന്ത്ലി കിട്ടത്തക്കവണ്ണം ഒരു ചെറിയ നിക്ഷേപം മാത്രം കീപ്പ് ചെയ്തുകൊണ്ട് ഹല്ലേലൂയ അദ്ദേഹം ജീവിക്കാനായി